കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. അപ്പൊ ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്നുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരിക. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ ഖിബലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ 3 കുട്ടികൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്ന ളുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം PTA കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. ഈ ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് അവർ മറ്റ് ജനവിഭാഗങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്ഥാപനം പള്ളികളാക്കുന്നതെന്നാണ്. ഇപ്പോൾ നിർമ്മല കോളേജിലുണ്ടായ ഈ സംഭവം കേരളം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിർമ്മല കോളേജും ഉടൻ തന്നെ മുസ്ലിം പള്ളിയായി രൂപാന്തരപ്പെടുമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വിദ്യാർത്ഥികളെ ഇവർ മനഃപൂർവ്വം ഇത്തരം കോളേജുകളിലേക്ക് അയച്ചു പഠിപ്പിക്കുന്നതാണ്. അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് 2 കാര്യമാണ്. ഒന്ന്, ഇവരുടെ കസർത്ത് കണ്ട് അഖില സാദിയെ പോലുള്ള കുറച്ചു കുട്ടികളെ ഇവർക്ക് വഴിതെറ്റിക്കാം. രണ്ടാമത്തേത്, ഇവരുടെ ആധിപത്യം കൊണ്ട് അടുത്ത വർഷം തൊട്ട് ഈ കോളേജുകളിലേക്ക് മറ്റു സമുദായത്തിലെ വിദ്യാർത്ഥികൾ കുറയും. അപ്പോൾ കോളേജ് നഷ്ടത്തിലാവും. ഇവിടെ ക്രിസ്ത്യൻ കോളേജാണ് നഷ്ടത്തിലായെങ്കിൽ അവരത് പെട്ടെന്ന് കൊടുക്കാൻ വഴിയില്ല. പക്ഷേ ഈ പരിപാടി ഹിന്ദു കോളേജിലാണ് നടപ്പിലാക്കുന്നതെങ്കിൽ നഷ്ടത്തിലായാൽ അവർ അത് വിൽക്കും. അവർക്ക് പുറത്തു നിന്നുള്ള ഫണ്ട് വരവില്ലല്ലോ. അങ്ങനെ അവർ അത് സ്വന്തമാക്കി മുസ്ലിം പള്ളിയാക്കും. കുറച്ച് കടകളും വയ്ക്കും. അങ്ങനെ ആ പ്രദേശം തന്നെ മുസ്ലിം മതക്കാരുടെ ആധിപത്യത്തിലും ആവും.